ഓണം സീരീസ് തുടങ്ങിയാലോ? സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കൂർക്കകാളനാണ്. അത് സദ്യയിലെ അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിലുണ്ടാക്കാം. ഇതിനു വേണ്ടി 1/2 കിലോ ചേന എടുത്തിട്ടുണ്ട്. അതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കി എടുക്കാം. കാളനുള്ള കഷ്ണങ്ങൾ സ്ക്വയർ ഷേപ്പിലാണ് മുറിച്ചെടുക്കാറ്. അങ്ങനെ മുറിച്ചെടുത്ത കഷ്ണങ്ങൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേന വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ചേന വേവിച്ചെടുക്കാം. കാളനിലേക്ക് പുളിയുള്ള തൈര് 450 ഗ്രാമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലെ കട്ടകളെല്ലാം ഒന്ന് ഒരു വിസ്ക് ഉപയോഗിച്ച് ഉടച്ചെടുക്കാം. അങ്ങനെ ചേന വെന്തിട്ടുണ്ട്. ചേന വേവുന്നതിനൊപ്പം തന്നെ വെള്ളം വറ്റിക്കണം. വെള്ളം ഉണ്ടാവാൻ പാടില്ല. വെള്ളം വറ്റിയാൽ തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തൈരും കട്ടിയാകുന്ന വരെ ഇളക്കി കൊടുക്കണം. ഇനി ചിരകിയ തേങ്ങ 1/2 കപ്പ്, 1 ടീസ്പൂൺ നല്ല ജീരകം. ഇത് അരയ്ക്കാൻ ബാക്കിയുള്ള തൈരാണ് കേട്ടോ ഞാനിവിടെ ചേർക്കുന്നത്. വെള്ളം തീരെ ചേർക്കരുത്. അരയ്ക്കുമ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. തൈര് നന്നായി കുറുകിയ പരുവത്തിലായിട്ടുണ്ട്. ഇനി അരച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങയും നന്നായിട്ട് കുറുക്കിയെടുക്കണം. കുറുക്കിയെടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. ഫ്ലെയിം കുറച്ച് വേണം ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ ചട്ടിയിൽ കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ കാളൻ റെഡി ആയിട്ടുണ്ട്. നന്നായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ പരുവത്തിൽ നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ഇനി ചട്ടിയുടെ ചൂടിൽ തന്നെ ഇരുന്നിട്ട് ഒന്നുകൂടെ വറ്റി വരും. ഇനി കാളൻ ഒന്ന് വറുത്തിടാം. ചെറിയ പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക്, ഉലുവ, ഉണക്കമുളക്, കറിവേപ്പില ഇതെല്ലാം മൂത്ത് വരുമ്പോൾ കാളനിലേക്ക് ചേർക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഉലുവ ചേർക്കുന്നതിന് പകരം ഉലുവപ്പൊടിയും ചേർക്കാട്ടോ. അങ്ങനെ കാളൻ റെഡി ആയിട്ടുണ്ട്. വേഗം സേവ് ചെയ്തിട്ടോ. ഓണത്തിന് ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ. എന്നിട്ട് കമന്റ് ഇടൂ എങ്ങനെ ഉണ്ടെന്ന്.